മുളകും പൊടി വേറെ കളറാണ് എന്നെ കുറ്റം പറഞ്ഞില്ല ഇവള് പണ്ട് ഇവളും ഫോണിൽ കൂടെ കുസു പറഞ്ഞങ്ങാണ്ട് ഞാൻ വീഡിയോ ഇടൂല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കൊന്നും വെക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇന്ന ഇതിന് ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കാല. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ മാറ്റിയൊരുങ്ങിങ്ങാണ്ടേ എങ്ങോട്ടാന്നറിയോ, ലാബ് പോയതാണ്. കാരണം FPS രാവിലെ വെറും വയറ്റിലുള്ള ഷോറ് നോക്കാണ്ടേനി. അപ്പം ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനെ എടുത്തുങ്ങാണ്ട് പോയി ടെസ്റ്റ് ചെയ്ത് വന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട്, ഷുഗർ തന്നെ. അപ്പം അതും പാടെ ടെസ്റ്റ് ചെയ്യണം. അപ്പം അത് ഇവിടെ പൂമോള അതിൻ്റെ അപ്പുറത്താണ്. അപ്പം ഞാൻ ഫസ്റ്റത്തെ ചെയ്തുങ്ങാണ്ട് ഷംനൻ്റെ പേരൻ്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ചായയും കടിയും കുടിച്ചിട്ട് രണ്ടാമത്തെ ടെസ്റ്റിന് പോകാം ഓളയും കുട്ടിയെന്ന് വിചാരിച്ച് വന്നാട്ടോ. അവളെ പേരെയാണ് കാണുന്നത്. രാവിലെ ഞാൻ വിളിച്ചറിഞ്ഞിനി വേഗം നീച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്ക്, ഒരു വിരുന്നാർത്തി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിനി. എന്താ കാട്ടണാവോ? നന്ന രാവിലെയാണ്, ചായയും കടിയൊക്കെ കഴിക്കണോ എന്താവോ. ഞാൻ ആയിട്ടില്ല വിചാരിച്ചങ്ങാണ്ട് ഞാൻ പെരയിന്ന് കടി കൊടുന്നിക്കണം കേട്ടോ. ഉമ്മാനോട് ഞാൻ പറഞ്ഞു വേഗം കടിയൊക്കെ എടുത്തടി, അഥവാ ഓൾക്ക് കണക്കാക്കി ഉണ്ടാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടായി കാണൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പോയോക്കട്ടെ എന്താ പരിപാടിന്ന്. അങ്ങോട്ട് വന്നേക്കണെ ചൂട് കൊടുത്താണ് കാണി. ഞാൻ അങ്ങോട്ട് വന്നേക്കണെ ചെറിയാപ്പോൾ അതിൽ പോയിട്ടോ. ഞാൻ വണ്ടി വന്നപ്പോൾ കണ്ടീനി. അപ്പോൾ ഓനെ വല്ല കടി വാങ്ങാൻ പറഞ്ഞു വിട്ടിക്കാണോ എന്ന് ഡൗട്ട്. പൊറാട്ടക്ക് ഈ മടിച്ച് ഇവിടെ കുത്തിരിക്കുക ലടി. അടിച്ചതാണോ ചായ കടി ഉണ്ടാക്കിയത്? ഏതാണ് അണ്ണാച്ചി? അണ്ണാച്ചിയാക്കിയടി അല്ലേ? എന്താ കജ്ജിലെന്താ പേപ്പർ തോന്നിയ വേഗമില്ലേ? കണ്ണൊക്കെ സെറ്റ് ക്ലിയറും ഇല്ല, വെയില് കണ്ണടിച്ചിട്ട് നേരത്തെ നീച്ചണേ. അല്ല എന്താ കടി? ആയിട്ട് തോന്നി മാപ്പിള അതില് പോണ്ട്. കൊറച്ച് മീനുണ്ട്, കറി വെച്ചേ. അല്ല പറഞ്ഞാ മതി. എന്ത് മീന്? അയില. അന്ന് ഇവിടെ ഷംനന്റെ അയിലക്കറി രാവിലത്തെ റെസിപ്പി. നന്ന രാവിലെ സമയം 6:45 ഓലെന്ന് വിചാരിച്ച ഇവിടെ ഉമ്മല്ലാന്ന്. ഉമ്മപ്പൊ ഉമ്മ ഇന്നലെ പോയില്ലടി, ഏട്ടത്തിന്റെ അടുക്ക് അങ്ങോട്ടോ പോയിരുന്നു. മൂത്തമ്മക്ക് കാലുവേദനയായിട്ടേ, മൂത്തമ്മ വേദന കൊണ്ട് കരിയാണ്. അപ്പൊ ഉമ്മയോട് നിന്നോട്ടു. അതിനെന്താ ആദ്യം ഉണ്ടോ? കാലുവേദന ഉണ്ട്. തോന്നിയോ കടിക്ക് പോകേക്കാരം. ചായക്ക് പോയതാ. ചായക്കോ? രാവിലെ പോകും. ചായ കുടിച്ചാനോ? പള്ളിയിൽ പോയാലും അവിടെ ചായ കുടിച്ചു വരും. അപ്പൊ ഞാന് അതും ഇവിടെ നീച്ചിട്ടില്ലേ? അപ്പൊ ഞാനൊക്കെ വിളിച്ച് ബ്ലഡ് എടുക്കൽ കഴിഞ്ഞിട്ട് വിളി ഞാൻ വരാപ്പെട്ട്. അപ്പൊ ഉമ്മാക്ക് വിളിച്ച് അപ്പളെ ഓട്ടോറിക്ഷ പോയിരുന്നു. അപ്പൊ വിളിച്ചൂടേനിയോ? ഇനി അല്ല ഇനിയുണ്ട്, ഇനി ഒരു ടെസ്റ്റും പാടുണ്ട്. PPVS ഉണ്ട്. എത്ര മണിക്കാ? 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട്. അല്ല എന്തല്ലേ ഇച്ചി ചായ കട്ടൻ ചായ ഉണ്ടായിക്കൊണ്ടേ കടി കൊണ്ട് നിക്കണേ. വെള്ളം വെച്ച് കടി കൊണ്ടത് ഞാൻ കടിയായിട്ട് നിക്കണ്. നമ്പാൻ പറ്റൂല. ഇച്ച് പൈച്ച ഞാൻ ഇവിടെ കുട്ടികളെ കറിയണത് കറിയുണ്ട്. വേണ്ട കട്ടൻ ചായ തന്നെ. ഞാനപ്പോ കട്ടൻ ചായ ഒക്കെ കുടിച്ചില്ല. നിങ്ങള് പാൽ ചായ കുടിച്ചില്? ഞാനും ചായ കുടിച്ചു. അല്ല ഇതിനടെ ഞാൻ ഫോണില് ഞാൻ കണ്ടിട്ടില്ല. അതവിടെ അവിടെ ഇല്ല കേട്ടോ. എന്നാ ഇല്ല അതിന്റെ ഒപ്പം ഒന്നുമില്ല. എന്തേലും തണ്ടി കാണും. കുട്ടി ഇവിടെ ഒന്നുമില്ല. അതാ അവിടെ ഒന്നുമില്ല. കണ്ടോ? ചെറിയാപ്പൂന്റെ മുന്നിലില്ല. ഏതേലും പെരീന്ന് ആ പെരിയിലുണ്ടല്ലോ.
എന്താ ആക്കണ വാതിൽക്ക് നിക്കണ് അവിടെ കള്ളം ഇവിടെ വാടാ വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ആശുപത്രിയിൽ പോവല്ലെന്ന് അന്ന് പോകാ വിചാരിച്ചിട്ട് ഇരിക്കളി എന്താ ചൂർത്തി നോക്കാണ് അടിച്ചു നോക്കി കാട്ടിട്ട് ഇവിടെ ഉണ്ട് കറുത്തുറുമ്പ്. ആ ഇവിടെ പന്റെ പിന്നാലെ വന്നാണ് കൊണ്ട് ഞാൻ വന്ന അന്ന് മുതലുണ്ടടി. ഇജ്ജെന്നാ കവറിൽ കൊടുന്നാണു. ഞാൻ മനോട് ഇതിന്റെ സീസൺ ആക്കാരൊന്നും അല്ലാത്ത അറിയാൻ അറിയാൻ പറ്റിച്ച് അതിന് താഴെ വന്നപ്പോഴൊക്കെ രാവിലെ തന്നെ കാണി. അത് സൈക്കിളിനൊക്കെ പോയിരുന്നേ അയലൊക്കത്തേക്ക്. എന്താ വരവോന്റെ എല്ലോല് വണ്ടി എടുത്ത് പോയി വരുന്ന അതില് വരുന്നുണ്ട്. എങ്ങോട്ട് രാവിലെ തണ്ടി പോയിക്കണ് രാവിലെ തന്നെ കറക്കി നീച്ച് വണ്ടിക്ക് വേദവും പോക്കൊക്കെ നോക്കും. പല്ലേച്ചിക്കണോ തേച്ചിക്കണോ? എജ്ജേ പല്ലം തേച്ചിട്ടില്ല. അതു അല്ല പറ്റിയാലോ? ആര് ഓല് മദ്രസക്ക് പോയില്ലേ? ഇന്നലെ ഞാൻ സ്വപ്നം ഇല്ല. ഞാൻ ഒന്നൊന്നര സ്വപ്നം കണ്ടെന്നാണല്ലേ പിന്നെ പല യൂട്യൂബിന്ന് പുറത്താക്കി ഗായ്സ്. ഞാനും ഞാൻ ബലോട് തെറ്റി. ഞാൻ സമനെ ഞാൻ നീച്ചിട്ടോളെ കൊറേ ചീത്തന്നു ഫോൺ വിളിച്ചാണ്ട് കാട്ടൂടി എന്താ സിഫ്ന പറയും ഇജ്ജ് അങ്ങനെ തന്നെ ഇടിച്ചാന്റെ പള്ളി കണക്കാടി. അതിനെന്താ സിഫ്ന നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി ശരിക്കാണ് ഞാൻ പഠിച്ചു നോക്ക് നേരത്തെ കാലത്തെ കാട്ടി കൊടുത്തത്. കുറ്റം വന്നോളോ ഒഴിവാക്കിയോളെ വീഡിയോടില്ല. അവിടെ ഉമ്മയും ഇമ്പളും ഫോണിൽ കൂടെ കുസു പറഞ്ഞങ്ങാണ്ടേ ഞാൻ വീഡിയോ ഇടൂല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കൊന്നും വെക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇന്ന ഒഴിവാക്കിപ്പല് ഒഴിവാക്കാല് പരിപാടി തുടങ്ങാണ്. അപ്പൊ ഞാൻ പറഞ്ഞേ കാര്യമായിട്ട് പറയട്ടെ അത്രക്ക് നല്ല രീതിയിൽ കണ്ടിക്കണ്. ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് ഞാൻ ഒഴിയല്ലേ വേണ്ടിയത് ഞാൻ ഒഴിഞ്ഞേരാറ് ഞാൻ വേറെ ചാനൽ തുടങ്ങി നിങ്ങളെ കുറ്റൊക്കെ പറഞ്ഞു കൊടുത്തിക്കണ് നോക്കി. അപ്പൊ എന്താണ് പരിപാടി എന്താണ് ഓള് വയറലാവാൻ നോക്കിയതാണ്. അല്ല ഒന്നല്ല എന്താ പിന്നെ ചാനൽ ഉണ്ടാക്കാതെ അപ്പുറത്ത് പോയി കാര്യമായിട്ട് രസമാണ്. വേറെ ചാനൽ കൂടെ നിങ്ങളെ സ്വഭാവം പറഞ്ഞു കൊടുത്തു. എന്തിനാ സ്വഭാവോ? സ്വഭാവം എന്താ വെച്ചാ ഞാന് മാണ്ടീനി ആദ്യം തുടങ്ങാൻ ഇപ്പൊ എന്നെ മാണ്ട അതിനെ സത്യങ്ങളെ സമാധാനം ഇത് ശരിയാ ഇത് തെറ്റാണ് ഇത് സ്വപ്നാണ് ഇതാണ് സംഭവം. അന്നെ പ്രാങ്ക് ചെയ്ത കൊറേ ആൾക്കാര് പറഞ്ഞില്ലല്ലോ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ് ഉള്ളത്തൊക്കെ പറയാണ്. അങ്ങനെയൊന്നും ഇല്ലട്ടോ. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാ നിങ്ങൾ കാര്യാക്കണ്ട. തൊള്ളന്നെ ഉള്ളു വേറൊന്നുമില്ല. കാരണം അത് ഒറ്റക്കൊന്നും കൊണ്ടുവക്കാൻ കഴിയൂല. ഭയങ്കര ടാസ്ക്. എന്താ വെച്ചാല് എന്താ പറയാ ഒറ്റക്കില്ല ആ വീഡിയോ ഞമ്മക്ക് തന്നെ രസം കിട്ടൂല. ഇത് പിച്ചെന്തേലും പ്രശ്നം വന്നാലും ഓള് വീഡിയോ എടുക്കും. ഇനി ഓളെന്തേലും പ്രസവ ടൈമില് ഞാൻ ഓക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഞാൻ എടുക്കും. അപ്പൊ അതിനൊക്കെ രണ്ടാളും ആണ്. ഇതെന്ന് പറഞ്ഞ എന്നും കൈകാര്യം ചെയ്യണം. നമ്മള് രാവിലെ നീച്ച ചായ കയ്യാത്ത എന്താ വെച്ചാല് ഷോർട്ടാണ് ഷോർട്സ് ആണ്. ഒരു ഓൾ ബോയ്സ് വെച്ചിട്ട് ഇപ്പൊ പൊഴുത്തിന് വെച്ചിട്ട് ഒരു മാസം ഓള് ചെജ്ജാന്ന് പറഞ്ഞതാ. അത് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണുമോണ്ടി കേട്ടോ. അറിയില്ല കുട്ടിക്ക് ഒരു വയസ്സ് ആകുമ്പോഴൊക്കെ ഇടുക. നമുക്ക് തിരിഞ്ഞു നോക്കിട്ടില്ല. 1-2 ഇടയിൽ ഇങ്ങനെ തുടങ്ങി ഒന്ന് പഠിച്ചാല് അതാണ് ഓളെ കഥ. ലോങ് ഓള് അങ്ങനെ ഇട്ടോളും. പിന്നെ ഷോർട്ട് അപ്ലൈയില് നമുക്ക് ഇങ്ങനെ കയറ്റി വിട്ടാല് ഡെയിലി ഓരോന്നോ 1-2 കൂടുമ്പോഴോ. അപ്പൊ അവക്ക് ഞാൻ വല്ലാതെ നോക്ക് ഫോക്കസ് കൊടുക്കലും ഇല്ല. ഇതന്നെ ലോങ് തന്നെ തലയും മാതി ചൊറന്ന് നടക്കണാണ്. ഇതൊക്കെ മറ്റേ ഈ കോഴി ഇങ്ങനെ വരൂലേ ഫോൺ കൊടുത്ത് പല്ലേച്ചാ പോയിക്കാണ്ട്. അപ്പൊ ഇന്ന് മരുന്നിന് വേണം വിചാരിച്ചിട്ടുണ്ടടി. സ്കാനിങ്ങില്ലേ സ്കാനിങ്ങിനെ മൈരുവിനെത്തുള്ളൂ. അതന്നെ ഇപ്പാനെന്താ കാട്ടുകയെന്നാണ്. ഇടക്കിടക്ക് ഞാൻ പോയോ ഉഗണേ കാല് നീച്ച നിലത്ത് കുത്തിയാ കൊഞ്ഞിടും. ഭയങ്കര വേജാറ് തുടങ്ങിയിരിക്കണല്ലേ. വേജാറാ മരുന്നിന്റെ ഡോസാണ് ഇന്നിപ്പോ അവിടെ വീണിക്കണം. ഭയങ്കര നമുക്ക് ആ മരുന്ന് കുടിച്ച കാരണം ഈ ഉറക്കക്കുറവിന്റെ ഒക്കെ ആൾക്കാർക്കുള്ള മരുന്ന് കുറിച്ച് ഞങ്ങൾക്ക് അറിയിക്കാരം. ആടി കൊയഞ്ഞാ നടക്കാല്ലേ തന്നെ നടക്കാൻ വയ്യാത്ത ഒച്ച വരൂല.
അപ്പൊ ഒരാളെപ്പോഴും വേണം. പിന്നെ എന്റെ പെരീത്തോല അവിടെ എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസായിട്ട് അതിലാണ്. അപ്പൊ ഇവിടുത്തെ ഉമ്മന്നെ കാലട്ടോ പ്രസവിച്ച് കിടക്കുക ഇക്കാരം ഇപ്പൊ അനേറ്റ് ആംസ ഡോക്ടറെ അടുത്തേക്ക് എന്താ അതിന്റെ അടുത്തേക്ക് പോണം പറയുന്നുണ്ട് ഉമ്മ. ആംസ വൈദ്യര് എവിടെയാണാവോ? 10,000 ഉറുപ്യ വണ്ടിക്കൂലിനെ വേണ്ടിവരും പറയുന്നുണ്ട്. എവിടെയാണ് അയാള്? ഏതോ ദൂരത്താ. അതിന്റെ അടുത്ത് പോയിങ്ങാണ്ട് അപ്പൊ തന്നെ മാറ്റി പോരുന്നോലുണ്ട്. ചിലപ്പോ അവിടെ അഡ്മിറ്റ് ആക്കണോലുണ്ട്. മാറ്റി തരുന്ന് പറയുമല്ലോ മൂപ്പര്. അപ്പൊ നമ്മള് കമന്റിൽ തന്നെ കൊറേ വന്നീനി കമന്റുകള്. ഹംസവൈദ്യരടുത്ത് പോയി നോക്കിന്ന്. അപ്പൊ പോണം പറയണ്ട. അപ്പൊ എന്റെ പ്രസവവും കാര്യമൊക്കെ ആയോണ്ട് ഇങ്ങ് നിക്ക. ഇറച്ചി മീന് പെരി കയറ്റാൻ പറ്റൂല. അതാണ് പ്രശ്നം. അപ്പൊ എന്താ കാട്ടാന്നാണ്. പ്രസവിച്ചെടുക്കുമ്പോ പച്ചക്കറി അല്ലേ? അപ്പൊ നാളെ വയനാട് പോയ നേരത്തെ അവിടെ പോയാ മതി നീ പറഞ്ഞേന്. അവിടെ പോയിട്ട് പ്രസവം എല്ലാരും ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഒക്കെ പിറ്റത്ത് വരി നിൽക്കുന്നത്. ഓക്കാണെങ്കിൽ ഗവൺമെന്റ് പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് അനുമോട്ടൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഓലൊരു സൈഡില് ഹലോ ഗേസ് താത്താനിപ്പൊ കയറ്റിക്കണം. ഒക്കെ പുറത്തുനിന്ന് പറയേണ്ടി വരും. ഇപ്പുറത്ത് ഞാനും നമ്മള് താത്താനിപ്പൊ കയറ്റിക്കുന്നുണ്ട്. അപ്പൊ ഓലെന്തായാലും നല്ല ചേക്ക് നോക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ചെറിയ പേടി പേടിച്ചിട്ട് 24 മണിക്കൂർ ജർമ്മോളെ ഞങ്ങളൊക്കെ ക്യാമറ അല്ലെങ്കിൽ ഫ്ലാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. മറ്റേതൊക്കെ PG നിലമ്പൂര് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഗവൺമെന്റിലാവുമ്പോ നമ്മള് ആദ്യത്തെ വേറെതാവുമ്പോ അങ്ങനെ ആവുമ്പോ നമ്മള് ഗവൺമെന്റ് നല്ലതാണ്. പക്ഷെ നമ്മള് ഇങ്ങനെ കൊറേ പറയുന്നേട്ട് ഇങ്ങനെ കുറ്റം പറയല്ലോ കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോല് ഇടക്ക് പറഞ്ഞയക്കും. അങ്ങനെ നമ്മള് നല്ലതാണ് മറ്റീനൊക്കൂലൊക്കെ എന്നിട്ട് ഓള് പേടിച്ചിട്ട് എന്താ കൊറേ ആൾക്ക് വിളിച്ചു വെച്ചിങ്ങനെ ഗവൺമെന്റ് എങ്ങനെയാണ് ഇപ്പൊ പ്രസവിച്ചിറങ്ങിയവരോടൊക്കെ കൊറേ ചോദിച്ചിങ്ങനെ ഗവൺമെന്റ് എങ്ങനെയാണ്. അപ്പൊ ഓൾക്കൊക്കെ നല്ലതേ പറയാനുള്ളൂ. എന്നാലും എന്താ പറയാ നമ്മളെ ഇവിടെയൊക്കെ തന്നെ എന്താ പറയാ മഞ്ചേരിയിലെ ഒരനങ്ങ പെട്ടെന്ന് മഞ്ചേരിക്ക് പറഞ്ഞേക്കും. ആ ഒരു പേടിയുണ്ട്. പിന്നെ ഓൾത് പെട്ടെന്ന് പരിപാടി ചെയ്യുന്നോണ്ട് എന്താണാവോ. അപ്പൊ കുട്ടിക്കില്ല നല്ല നല്ല പേരൊക്കെ വരൂലേ? ഓള് ഫോൺ കൊടുത്ത എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടാവൂല. അല്ലെങ്കിൽ ഉണ്ടാവില്ല. എന്റെ ഒന്നാമത്തെ പ്രസവത്തിന് യൂട്യൂബിലുണ്ടായിനോ? രണ്ടാമത്തേന് യൂട്യൂബിലുണ്ടായി. സ്ഥലം എല്ലാവരും കട്ടിട്ടുള്ള പോയി ഞാൻ കടന്നിട്ടുണ്ട്. ഓളറിയില്ല. ഉച്ചക്കോള് പക്ഷെ ഓളിനെ അറിയില്ല കേട്ടോ. കൊറോണ ഞാൻ 8ാം ക്ലാസ് പഠിച്ചപ്പോ ഞാൻ ലീവ് എടുത്ത് ഓളെ ആശുപത്രി പോയിക്കണ്. പിന്നെ +1 തന്നെ പിന്നെ +1 പഠിച്ചപ്പോ ഞാൻ ലീവ് എടുത്ത് പോയിക്കണ്. എന്നിട്ട് ഓളെ അന്നൊക്കെ എനിക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നു. കൊണ്ടൂലോളില്ല ഒരു മനസ്സോളറിയില്ലേന്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നല്ല പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് നല്ല പേര് ഞങ്ങളൊന്ന് കണ്ടെത്തിയത് ഞാൻ പറയുന്നുണ്ട്. ഓക്കറിയില്ല ഞാനും നോക്കിച്ചിരിക്കണ അതിന്റെ ആളൊന്നുമില്ല. ഞാനും ഉമ്മ ഇന്നാളിപ്പോ എന്തോ ഒരു പേര് കണ്ടെത്തിച്ചിരിക്കണ്. ഞാൻ മറ്റേ ഫോണില് സ്ക്രീൻഷോട്ട് എടുത്തിരിക്കണ്. അപ്പൊ നല്ല വെറൈറ്റി പെൺകുട്ടികൾക്ക് ഒന്നും വേണം ഫോക്കസ് കൊടുക്കണ. ഓൾക്ക് കൊറേ അറിയുമല്ലോ. ഞാനൊന്ന് എടുത്തിരിക്കണേ ഞങ്ങള് പറയാം സർപ്രൈസ് ഒന്നും ആക്കി വെക്കണൊന്നുമില്ല അല്ലേ? അത് നല്ല പേരുണ്ടെങ്കിൽ ഞങ്ങള് കമന്റ് ചെയ്യുന്നുണ്ട്. കൊറേ ആലോചിച്ചു കൊറേ പേരുണ്ടോ. പിന്നെ ആലോചിച്ചിട്ട് തന്നെയല്ല പേരൊന്നും. ഞാന് 5 ആയപ്പോ ഞാൻ നോക്കല് തുടങ്ങിക്കണ്. ഇപ്പൊ ഇന്നലെ 2 ഒരാണിന്റെ ഒരു പെണ്ണെങ്കിൽ പേര് ഫിക്സ് ആക്കി വെച്ചിക്കണ്. ഓക്ക് ഞാൻ കാട്ടി കൊടുത്തിട്ടില്ല. കാരണം എന്താ അറിയോ ഓളൊന്നാമത്തെ കുട്ടിക്ക് ഓളെ പേര് മാറ്റി സാന്നിധ്യ തൊട്ട് വലിയൊരു അന്നേ ഞാൻ പറഞ്ഞ ഷിഫ്ന പേര് മാറ്റി ഷിഫ്ന. അന്ന് ഇസഡേറ്റ് ഇറങ്ങിയൊരു ടൈമേനി. ഇസഡ് ആ ടൈമിലിത് സയാനിട് ഷിഫ്നന്റെ ഷായും ഉണ്ട് ജംഷായിന്റെ ദൂട് അതൊത്തൂടെ അതില് തീരെ പറ്റിയിട്ടില്ല. പിന്നെ സ്കൂളിൽ പോയ പിന്നെ എല്ലാരും അത് ചോദ്യം തുടങ്ങി. വലിയൊരു കുട്ടിക്ക് വലിയൊരു ചെറിയൊരു കുട്ടിക്ക് പേരിട്ട്. പിന്നെ ഓളെന്താ 2 കുട്ടീനെ LKG ചേർത്ത് കുട്ടീന്റെ പേര് മാറ്റി. നാത്തുമാരാട്ട പേര് മുഹമ്മദ് ദിയാനാക്കി. അന്ന് സെറ്റിന്റെ ആവാട്ടാണ്. പിന്നെ അതേമാതിരി ഫിദാന് പിന്നെ നല്ല ചേക്ക് എന്തേ കണ്ടർശിനി മുഹമ്മദ് റിസാന് പേര്. ഓന് പിന്നെ നല്ല ചേക്ക് അന്തം വെച്ചാണ് കേട്ട്. ഞാൻ പിന്നെ 3ാമത് ഞാൻ ചോദിച്ചാൽ നിന്നിട്ടില്ല. ഞാൻ ഇട്ടല്ല നാത്തുമാരിട്ടാണ്. ജംഷായിന്റെ സിഗ്നന്റെ സായം അന്തകാലൊക്കെ അങ്ങനെയാണ്. മോഡൽ പേരൊക്കെ ഇറങ്ങണുള്ള ആ ടൈമില് ഓളപ്പല്ല കുട്ടികളെ പേരെന്തൊക്കെയാണ് മുഹമ്മദ് ഷെസിന് ഫുള്ള് ഷെസായിനി. എന്നിട്ട് ഓള് ഷാനിദ്
അപ്പൊ ഞങ്ങൾ ഇനി ചായ കുടിച്ചുമ്പോ കാണാം കേസ്. പിന്നെ മീൻകറി ഉണ്ടാക്കാൻ വിളിച്ച ഞാൻ ചായ കുടിച്ചോട്ടെ. ഇവിടെ വാ ഇവിടെ ഒളൊറ്റടി വിട്ടുപോയിരുന്നു ചെറിയ പോയി കഴിക്കാൻ പൊറാട്ട ഒരു മടിച്ച് പെണ്ണുങ്ങൾ കഴിക്കലുണ്ടോ? ഞാൻ ഊള് വന്ന് പൊറാട്ട അങ്ങനെ എന്തിന്ന് കട്ടാക്കൂട്ടോ. അപ്പൊ ഞാൻ വേറെ വീഡിയോ എടുത്തിട. എന്തിനാണ് ഞാൻ ഓള് വന്നോണ്ട് പൊറാട്ട ആയിക്കോട്ടെ. ഒന്നെങ്കിൽ പുട്ട് അല്ലെങ്കിൽ പൊറാട്ട. വേറെ കാര്യത്തൊന്നും ഇവിടെ ഓട്ടട തിന്നോ? ഓട്ടട തിന്നോ? കലക്കി പറന്ന് തിന്നോ? ചപ്പാത്തി തിന്നു. ദോശ തിന്നോ? ചപ്പാത്തിക്ക് വേറൊന്നുമില്ല പറയുന്നേക്ക്. തമിഴ്നാട്ടിൽ തിന്നു. ചെറിയപ്പോ ദോശ തിന്നോ? ദോശ ചട്നി എന്നും തിന്നണല്ലേ. കലക്കി പറന്ന് തിന്നോ? കലക്കിപ്പാൻ ചിക്കൻ കറി ബീഫൊക്കെ ഉണ്ട്. ആ ഓട്ടട തിന്നോ? ഇത് ഞാൻ വെച്ചുണ്ടാക്കാൻ കച്ചിട്ടൊന്നും തിന്നൂല. അതന്നെ ഇച്ച് ഇടക്ക് ഇമ്മ പോയച്ച് പേടിയാണ്. ഇമ്മ അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കും, പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. ഒരു ദിവസം നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് കല്ലും ആദ്യട്ടോ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ പഠിച്ചു തിന്നുകണ് ഒക്കെ തിന്നു. കുറ്റം പറഞ്ഞ ചേച്ചി തിന്നു ചേച്ചി. അങ്ങനെ കല്ലൊന്നല്ല, ചെറിയൊരു ബലം. എനിക്ക് സങ്കടം വേണ്ടിട്ട് ബാക്കിയാക്കാ തിന്നണാണ്. ഇച്ചേ ഓട്ടടയൊക്കെ സുഖല്ലേ ഉണ്ടാക്കി കൂടെ. വല്ല മുട്ടക്കറി തിന്നൂല, അങ്ങനെ ഉള്ളിൽ കൊടുക്കും. ഓട്ടട ഒന്നും തിന്നാൻ തരില്ല ഇവിടെ. ഒന്നും തിന്നാൻ തരില്ല. രാഗിപ്പുട്ട് രാഗിപ്പുട്ട് തിന്നോ? ഇന്നും വന്നിട്ടില്ലെങ്കിൽ നാളെ രാഗിപ്പുട്ട്. ഞാൻ വീഡിയോ എടുക്കണ്ടേ. രാഗിപ്പുട്ട് അതിന് പഴം. ആ പഴക്കം പണിയൊന്നുമില്ലല്ലോ. പുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് വന്നാലേ കമ്പത്തിന്റെ പൊടി കൊടുന്നില്ലേ? അത് നിങ്ങൾ ചാമച്ചിട്ട് നിങ്ങള് അണ്ണി കൊട്ടിയോ? അതുണ്ടേനി 4 ദിവസം ഉണ്ടല്ലോ. അതുകൊണ്ട് ഉപ്പുമാ ഉണ്ടാക്കിയാൽ ഇനി പുട്ടുണ്ടാക്കാം. ഉപ്പുമാ ചെറിയൂല അറിയണെന്ന് പറയും. മതി. ഒന്ന് നനക്കണം തോന്നില്ല അത്. ഞാൻ പൈസ കണ്ട കറിയൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഉമ്മ അത് നോക്കി ഉണ്ടാക്കല. ഇമ്മ ഉണ്ടാക്കണം പറയുന്നത് ഉണ്ടാക്കിയിട്ടില്ല. മകന് സമാധാനപ്പെടുത്താൻ വേണ്ടിട്ട് വെക്കുകയാണ്. അപ്പൊ കൂട്ടുകൊടുത്ത നിങ്ങളുണ്ടാ പോയിക്കാണേ. പുട്ട് കൊടുത്താലും ഇങ്ങനെ പുട്ട് കൊടുത്തിട്ടില്ലേ തള്ള. ആ പുട്ട് ഒന്നുകൂടി പുട്ടുണ്ടാവും. പിന്നെ ഒന്നും കൂടി തള്ളും ഞാൻ. ഒന്ന് മതി. ഞാൻ 2 മറ്റേ കടി നിക്കണം. തിന്നോ പൊറാട്ട തിന്നല്ലേ. ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ മീൻകറി ഓള് ഉണ്ടാക്കി തരും. ഷുഗർ നോക്കാം എന്നും നോക്കണോ? ഓള് ആശുപത്രിക്ക് കൊണ്ടേ സ്കാനിങ്. ആ ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചിട്ടോ? അതല്ല, ഇത് PPBS അല്ലല്ലോ. ഞാൻ വന്നില്ലേ ഇപ്പോഴൊന്നും അത് ഉണ്ടാവില്ല. അതുണ്ടേനിപ്പോ. ഇപ്പൊ 2 ആഴ്ച മുന്നത്തെ ടെസ്റ്റ് അതേനി. നിങ്ങളൊക്കെ ലാഭക്ക് പോണം, പണിയെടുക്കണം. എന്താ ഇപ്പൊ ഒരേ രാവിലാണെങ്കിൽ സുഖീനി. പക്ഷെ സാലറി നേരം വെളുത്ത് വൈകുന്നേരം വരെ താല്പര്യമില്ല. മറ്റേ ഇവിടെ എന്റെ കുടുംബക്കാരോട് ചോദിച്ചിട്ടില്ലേ? അത് കുഞ്ഞാക്ക് ഒപ്പിച്ചേരാന്നിക്കണേ. എപ്പോഴാ എന്റെ കഴിഞ്ഞു വരും വെച്ചിട്ടുണ്ട്. ആണോ? ഞാൻ കയറിയാലോ? രണ്ടാളെ വരില്ലല്ലോ. ഒരാള് അവിടെ നല്ല എക്സ്പീരിയൻസ് ആണ്. എടുത്തോ ആദ്യം ഒരാള് കയറി എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. ഇന്ന നല്ലതാണ് ഈ കുളിച്ചിരുന്നു. പ്രശ്നം ടൈമിങ് അല്ലേ? നിങ്ങള് ഞാൻ വേണ്ട. സാലറി എത്രയുടെ ഓളെ പോയോക്കാം. ഞാൻ പറഞ്ഞ സാലറി എത്ര തരും ചോദിച്ചു നോക്ക്. അങ്ങനെ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ മീൻകറിന്റെ പരിപാടി പത്തിക്കറിയല്ലേ ഇന്നലെ. ഇന്ന് പൈലക്കറി അയിലക്കറി. അപ്പൊ ഉണ്ടാക്കാണ് അല്ലേ? ഷംന ഉണ്ടാക്കുകയാണ്. ഷംനക്ക് മീൻകറി മാത്രം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. പക്ഷെ പേടിയാണ്. ഇത് പേടി. ആള് തിന്നണില്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടാവും. ചെറിയ പിന്നെ രസം അറിയാത്തോണ്ടേ ഇല്ല. അപ്പൊ കുറ്റം പറഞ്ഞ നീച്ചിട്ടുള്ളൂ. കടി അങ്ങനെയാണ്, കടി ഇങ്ങനെയാണ്. അതിനൊന്നും പറ്റൂലടി. അതാണേ എല്ലാം തിന്നണ പോലെയാണെങ്കിൽ തിരക്കടിയില്ല. എന്തെങ്കിലും ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, ഓട്ടട ഉണ്ടാക്കും, കലക്കിപ്പാലും, ദോശ ഉണ്ടാക്കും, ഉപ്പുമാവുണ്ട്. ഇത്രയല്ലേ കടികളുള്ളൂ. അല്ലേ ഉള്ളൂ. പൂരി ഉണ്ടാക്കും. പൂരി എണ്ണയാണ് പറഞ്ഞാൽ തിന്നൂല. ഒരു ദിവസം അസ്താറപ്പ് ഉണ്ടാക്കി മടക്കപ്പാത്തില്ലേ, അത് ഉണ്ടാക്കി കൊടുത്തു, അത് തിന്നു. അത്രല്ലേ കടി? അത്രല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ കടിയില്ലല്ലോ. എന്റെ ഒറ്റല്ല.
കടിന്റെ എപ്പാ കറിന്റെ അല്ല ചെറിയ തിന്നൂലടി പിന്നെന്താ ഞാൻ കാക്കുക അങ്ങനെ ശമനത്തി വെളിച്ചെണ്ണൊക്കെ പാകിട്ട് നമുക്ക് ചൂടായിട്ട് ഉലുവ ഇട്ടെടുക്കാം. എന്ത് ഉലുവ കരുന്നതോ? ഞാനപ്പോ ഇതിന് ബാത്റൂമിൽ നിൽക്കാൻ പോയതിന് ഉലുവ പൊട്ടണില്ല. നോക്കിന്ന് ഒരു ഉലുവ കരിഞ്ഞു പോയി. ഞാൻ വന്നപ്പോ തോന്നുന്നു എന്താ ഉലുവ പൊട്ടണില്ല. ഉലുവ പൊട്ടോ പുകയുടെ മണം അങ്ങോട്ട് എന്താ ഉലുവ. അമ്മായി പറയും എന്താ ഇന്നത്തെ കഥയിൽ വേറെ ടേസ്റ്റ്. അമ്മ പോത്തിന് വരൂല്ലേ? അറിയില്ല. അറക്കാൻ ഇതൊക്കെ ചറി പൊടി ഇട്ടണ അവിടെയാണ് കണക്ക്. വലിയ പണിയൊന്നുമില്ല. മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി അങ്ങനെ 1.25 സ്പൂൺ, കുറച്ച് മഞ്ഞൾ ഒക്കെ അറിയും. പക്ഷെ എന്നാലും പേടി അളവനുസരിച്ച് ഇടണം പൊടി. എന്താ സന്തോഷം. മീൻകറി തന്നേക്കിന് പറയണ ചേച്ചി മീൻകറി ഉണ്ടായി തരണം. ഇതിലവിടെ ഇടയും കരിഞ്ഞ ഉലുവനെ കാണുന്നുണ്ട്. ഇതൊക്കെ പേടി അതല്ല. ഇത് നമ്മള് കുറച്ചേരം പോയിട്ട് ആ ഗ്യാപ്പിൽ എന്താക്കാന്നറിയോ? എന്താ ഞാൻ പരിപാടി? ക്യാബേജ് ചോറ് എപ്പോഴാ തീ മറന്ന്? ചോറ് കുറച്ച് വരും. ക്യാബേജ് ചോദിക്കട്ടെ. ക്യാബേജ് എന്ത് തേങ്ങ ഇടുവോ? ഒക്കെ ഉണ്ടാക്കാനറിയും. ഇവിടെ ഒന്നും ഉപ്പേരിയും കറിയും. ഇവിടെ ഉപ്പേരി ഉപ്പേരി എന്തായാലും വേണം. നമ്മളിവിടെയൊക്കെ എന്തേലും കോഴിക്കറി ആണെങ്കിൽ ഒറ്റ കോഴിക്കറി, മീൻകറി ആണെങ്കിൽ ഒറ്റ മീൻകറി. അന്നലെ ഞങ്ങൾ മീൻകറി വെച്ചില്ല. എല്ലാരും കുറെ ആൾക്കാർ ചോദിച്ചില്ല മീന്. കാരണം ഇവിടെ കറി മാത്രല്ലല്ലോ ഉണ്ടാവും, പൊരി ഉണ്ടാവൂലേ. അവിടെ കറി ആണെങ്കിൽ കറി വെക്കും. ഇവിടെ ഉമ്മാക്ക് അങ്ങനെ വേണം. ഇന്നലെ അവിടെ മമ്പയർ ഉപ്പേരി. അന്നലെ ഉണ്ടാവും. താളിപ്പും പത്തല് പൊരിച്ചതും. താളിപ്പ് ഞങ്ങളെ ഇവിടുത്തെക്കാരെ ദേശീയ കറിയാണ്. നോമ്പിന് എന്നും താളിപ്പേക്കാരം പളിച്ചക്ക്. താളിപ്പില്ലാത്ത ചോറ് നാളെ ഇറങ്ങില്ല. നോമ്പുകാലം ആകുമ്പോത്തിന് മുരിങ്ങാമാരൊക്കെ നല്ല രീതി കൊണ്ടിറക്കും കേട്ടോ. ചീര ഉണ്ടാക്കും. ഉണ്ടാക്കില്ല ചീര. എന്നാ പിന്നെ കൂട്ടാൻ പോകണ്ടല്ലോ. തിന്നാൻ കജില്ല. പെൽച്ചന്റെ നേരത്തല്ലേ? ആ പെൽച്ചന്റെ നേരത്തല്ലേ അത്. ചതവിന് ഉള്ളി അറിയണ്ടേ? അരിഞ്ഞിക്കണോ? ചാച്ച ആയിട്ടില്ല. അടച്ചതാ. ഇഞ്ചി കാണുന്നുണ്ട്. ഇഞ്ചി അന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ കാരണം പറയും. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇടണ്ടേ ചതവില്? ഓളെ മീൻകറിയൊക്കെ ആയിട്ട് നല്ല ചൊക ആയിട്ട് മീൻകറി ആയിട്ട് ഇവിടുത്തെ മുളകും പൊടി വേറെ കളറാണ്. ഇന്നെ കുറ്റം പറഞ്ഞില്ല. ഇവള് പണ്ട് അല്ലേ ഞങ്ങൾക്ക് കിളിപ്പച്ച കളറാണ്. അല്ല എന്താ എന്റെ മീൻകറിയില് ചുവപ്പ് കളർ ഇല്ല എന്നിട്ട് ഫുഡ് കളർ ഇട്ട ആളല്ലേ ജ്? പറയ എന്റെ സത്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ. അങ്ങനെയും കൊറേ സംഭവങ്ങൾ ഉണ്ടായിക്കണ കേട്ടോ ഇവിടെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, മുളകും പൊടി ചുവന്ത ചിലത് വേറൊരു കളർ ആയിക്കാരേ. മീൻകറിന്റെ കളർ കാണൂല. അല്ല മുളക് പൊടിന്റെ കളർ നച്ചു പറയാലോ. ഞാൻ ഉണ്ടാക്കിയ കുഴപ്പമില്ല, മുളക് പൊടിന്റെ കുഴപ്പമാണ്. ഉപ്പേരിക്കാൻ ഞാൻ നോക്കാം. നമ്മളാദ്യം മീൻകറി ഉണ്ടാക്കണോർത്ത് നോക്കിക്കാണില്ലേ. എന്തൊക്കെ പറയാല്ലേ പഞ്ഞ? എന്താ പറയല്ലേ? പറയും. എന്നോട് പറയാണ് ആയിട്ടില്ല, വെന്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താ മതി അല്ലേ? അമ്മച്ചിനോട് പറയണ്ട, നമുക്ക് വേവിച്ചണ്ട മീൻ വേവിച്ചാതെ കൊടുക്കട്ടോ. ഓളവിടെ അപ്പുറത്തെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പണി തിരുമ്പാലോ തുറക്കാനുള്ളൂ, തുറക്കാനുള്ളൂ പണി. എന്റെ പണി എന്തൽപ്പാ കച്ചണു? എന്റെ പണി കച്ചൂല. ഞാൻ തുറക്കാൻ വന്നപ്പോ മെഷീനിലെത്തീനി. ഞാൻ വന്നപ്പോ അരച്ചോലും കഴിച്ചില്ലേ. അപ്പൊ ചോറോ? ചോറിന് പുറത്തൊക്കെ തുറക്കലുണ്ട്. റേഷൻ അരിയല്ലേ?
ആയില്ല മിന്റെ പണി വേഗം പറ്റുന്നത് സത്തൊക്കെ എടുക്കണോ പിന്നെ വെറുതെ കുത്തിരിക്ക ഇനിയൊരു പണിയില്ല. പക്ഷെ എന്താ പറയാ ചില പേരിൽ എടുത്താലും കഴിയൂല, അതാണ് സംഭവം. അല്ലട്ടോ കമന്റ് ചെയ്യോണ്ടിട്ടോ. എല്ലാ പെരീത്തെ പണിയും എത്ര ചത്തട്ടി എടുത്താലും കഴിയൂല ചിലവർക്ക്. ഇനി മോഡല്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റക്കാറ് എന്റെ 8 മണി അവിടെ ആണെങ്കിൽ വേഗം പണിയേറ്റല്ലുണ്ടല്ലോ. അവിടെ ആണെങ്കിൽ 10 മണിക്ക് എല്ലാ പണിയും കഴിച്ച് അതുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ചോറ് കൂറ്റാണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ കുത്തിരിക്കും. എന്താ ഇപ്പൊ അവിടുത്തെ പണി കഴിച്ചണില്ല. അനക്കതിന് ഒരു കുട്ടിയുള്ളേ, സ്കൂൾക്ക് പോണില്ല, മദ്രസ്ക്ക് പോണില്ല, അയിറ്റൊക്കെ കൂട്ടാണ്ടാക്കണ്ട, അയിറ്റാളതായിട്ടൊന്നും വരുന്നില്ല. ഇനി തുറക്കലേക്കുള്ളത്തെ പണിയായിരുന്നു. ഞമ്മളത് 2 മണി 1 മണി 2:30 അത് നമ്മളെ കണക്ക് പണി. അത് വരെ അങ്ങനെ അങ്ങോട്ടും എടുത്തിട്ട് കാര്യമില്ല. പണി എടുത്തിട്ട് വെറുതെ കുത്തിരിക്കണം. പോതില്ലായിട്ടല്ല കയ്യണ്ടേ. പക്ഷെ ഞാൻ അവിടെ ഇപ്പൊ വേഗം ഇജ്ജ് നേരം വെളുക്കുക, ചൂലെടുക്കുക, അതാക്കുക, അമ്മ ചീത്ത അറിയാ, അത് മൈൻഡ് വെക്കാതെ കുട്ടികള് പോണതിന് മുന്നേ അടിച്ചിലും തുടക്കലൊക്കെ കഴിച്ചു. സംഭവം ശരിയാണ്. പണി കഴിഞ്ഞിട്ട് ഓള് ഇരിക്കുള്ളൂ കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ തന്നെ, പണി കഴിയാതെ വേറെയൊക്കെ നോക്കൂല. പക്ഷെ ഞാൻ എൻ്റെ അവിടെയൊക്കെ പറഞ്ഞാൽ ഉച്ചക്കും അടുക്കളയിൽ തന്നെ ഇരിക്കാറ്. അതാ സംഭവം. അപ്പൊ മീൻകറി ഇങ്ങനെ വന്നോണ്ട് നിൽക്കുകയാണ്. മീൻകറി ആവുമ്പോത്തിന് അഭയം ഇവിടുന്ന് രക്ഷപ്പെടണം. കുറ്റം പറയുന്ന കേൾക്കണ്ടല്ലോ, രസമുണ്ടോ ഇല്ലേ ഒന്നും. അപ്പൊ ഞങ്ങള് പെരീത്തെ പണിയൊക്കെ കഴിച്ചങ്ങാണ്ട് ഇങ്ങനെ നടക്കാണ്. ഓളെ വണ്ടി ഇവിടെ ചെറിയാപ്പോ എവിടെ കട്ടക്കളത്തിലോ ഇവിടെ വന്നിരിക്കുന്നു. നമ്മളെ ബംഗാളി അവിടെ കച്ചായിട്ട് കൊണ്ടിരിക്കുകയാണ്. അത് ആടി തരാട്ടോ. എന്താ വെച്ചാല് പണ്ട് ഓന്റെ പണി തേനില്ലേ കട്ടകളത്തില്, കുടുങ്ങിയ ടൈമില് കട്ടകളത്തിൽ കുറച്ചാലും പോയി പത്ത് പണിയേന്. അപ്പം ഇപ്പൊ എന്താ വെച്ചാല് ലോഡായിട്ടാണ് അവിടുത്തെ ആളില്ല. അപ്പം ബാവട്ടനെ ചെറിയപ്പൊന്നും വലിയ കാര്യം. ബാവട്ടനെ ഇങ്ങനെ ഒരു ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി കൈകാര്യം ചെയ്തത് ആ പെരപ്പണിക്കൊക്കെ കട്ടൊക്കെ കൊറേ പൈസ തന്നതും ഞങ്ങൾക്ക് ആ പെരപ്പണി നോക്കി നടത്തിയൊക്കെ മൂപ്പരേനി. അപ്പൊ വിളിച്ചാല് ചെറിയപ്പ പോകൂലേ, അവിടെ ഏറ്റിക്കൊണ്ടിരിക്കണ കാണാവോ. ചെറിയപ്പാണ് അവിടെ നിക്കണ കേട്ടോ. അതൊക്കെ ഇനി ആ വണ്ടി കയറ്റി കൊടുക്കാണ്. സംന മാപ്പിള അവിടെ കട്ടേറ്റി 2 പൊറാട്ടി നിന്ന് പോയതാണ്. ഇനി വന്ന എന്താ വേണ്ടി വരിക? അയ്യാന്ന് കഴിഞ്ഞോ? വണ്ടി മാറ്റി കിട്ടണം. ചെറിയപ്പോ വിയർത്തക്കണതാകണ കൈയൊക്കെ വറക്കണാക്കണ്. ആ ഇങ്ങനെ ഒരാളുകൾ എടുത്തെടുക്കട്ടോ. കറക്കലെന്നാ അല്ലെങ്കിൽ അവര് ഷെയറുണ്ട്. സത്യമാ കുത്തി കുത്തി
ആദ്യം കുത്താൻ നിന്നേ വല്ല കുത്തായിരുന്നു. ഇല്ല ഇല്ല അത് നന്നായത്. മറ്റേ ഓല ചീത്തൊക്കെ കേൾക്കണ്ടേ. ഞങ്ങൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നോളിവിടെ പെരന്റെ അവിടെ ആക്കി തരാൻ വന്നാണ്. മറ്റേ മയിൽവാഹനാണ് പാലിപ്പോ. ഇനി ഇവിടെ എന്റെ കുട്ടികൾ ഇവിടെ ഇറങ്ങി അതിനകത്ത് സ്കൂള് പണിയൊക്കെ ആക്കിയിട്ട് മറ്റോനെ ആക്കിയിട്ട് വേണം തുടച്ച് പാതി വെച്ചിട്ട് ഫുള്ളാക്കാൻ പോവാൻ. ഇനി സ്കൂൾക്ക് പോയിക്കോട്ടെ. കേറിക്കോളി. ചൊറുക്കുണ്ട്, എല്ലാവരും നല്ല രസമുണ്ട്. ഒക്കെ പല പല കളറും വയലറ്റ് പച്ച അത് മുന്നില് പിതാൻ ബേക്കില് എടാ അതും ഒക്കെ നല്ല കുട്ടിയാണ്. കാര്യം അത് നഴ്സറി പോകുമ്പോ ഇപ്പൊ മുടിയെട്ടി കൊണ്ട് കാര്യമില്ല. കേറിക്കോളി. ബേഗാളെന്താ കാട്ടുങ്ങള്? ബേഗാണ് ഒരു വണ്ടിക്കില്ലേ. സർക്കാരിനോട് പറയാനുള്ളത് കുട്ടികൾക്കൊക്കെ കാര്യം കുറച്ചൊക്കെ ബുക്ക് കൊടുക്കുക. അത്രങ്ങാനും ബുക്കുകളറിയോ? കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റടില്ല. കാനം കൂട്ടാൻ വേണ്ടിട്ട് 10ാം ക്ലാസ്സിലൊക്കെ ഈറ്റങ്ങൾക്ക് 1ാം ക്ലാസ്സിൽ തന്നെ എത്രങ്ങാനും ബുക്കുകൾ. 1ാം ഭാഗം 2ാം ഭാഗം. നിങ്ങളെ പൈസ പോകുന്നല്ലാതെ കുട്ടികളെ തല്ലിയിട്ട് കയറുന്നില്ല. പോയിക്കോളിട്ടാ. അസ്സലാമലൈക്കും. പോക്കട്ടാ. സമല പോയിക്കോ ഏതായാലും. അപ്പൊ നമുക്ക് വീഡിയോ അതിന്റെ ബാക്കിയാലോ? അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും എല്ലാവർക്കും